എല്ലാവർക്കും സ്വാഗതം. കഥയും അല്പം കാര്യവും. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ പഞ്ചതന്ത്രത്തിലെ വേറൊരു കഥ. അപ്പം അതുപോലെ ടീച്ചറിൻ്റെ വീഡിയോ മുഴുവനായി കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതുകയും വേണം. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ഇത് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. കഥയിലേക്ക് പോവാം. ഇന്ന് ടീച്ചർ ഒരു പാമ്പിൻ്റെയും ഒരു ചുണ്ടലിയുടെയും കഥയാണ് പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരിടത്ത് വിശന്ന് തളർന്ന ഒരു പാമ്പ് ഇര അന്വേഷിച്ച് ഇങ്ങനെ എഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അബദ്ധത്തിൽ ഒരു പാമ്പ് പിടുത്തക്കാരൻ്റെ കയ്യിൽ പെട്ടുപോയി പാമ്പ്. അയാൾ അതിനെ പിടിച്ചൊരു പെട്ടിക്കകത്താക്കി അടച്ചു വെച്ചു. പാവം പാമ്പ് ഒരുപാട് ശ്രമിച്ചു രക്ഷപ്പെടാനായിട്ട്, പക്ഷെ പറ്റിയില്ല. അതങ്ങനെ തളർന്ന ഇവിടെ കിടന്നു. കുറേ നേരം കിടന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവൻ്റെ തലയിൽ എന്തോ വന്ന് വീഴുന്ന പോലെ അവന് തോന്നി. ഉടനെ അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കൺമുമ്പിൽ അതാ ഒരു എലിക്കുട്ടൻ, ഒരു ചുണ്ടലി. പാമ്പിന് സന്തോഷമായി. പക്ഷെ എലി പേടിച്ച് ഇങ്ങനെ വിറച്ചിങ്ങനെ ഇരുന്നു. എലിക്ക് മനസ്സിലായി തൻ്റെ ജീവൻ ദാ പോകുന്നു, ഇപ്പം ഈ പാമ്പ് അവനെ വിഴുങ്ങുമെന്നുള്ളത് അവന് ഉറപ്പായി. പക്ഷെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, എങ്ങനെയെങ്കിലും ഇതിനെ തരണം ചെയ്യണ്ടേ. ഉടനെ പേടിയെല്ലാം മാറ്റി വെച്ച് ധൈര്യം സംഭരിച്ച് ചുണ്ടലി പാമ്പിനോട് പറഞ്ഞു, ചങ്ങാതി എന്നെ കൊല്ലരുതേ, എന്നെ കൊല്ലാതിരിക്കുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങേ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഞാൻ കണ്ടെത്തി തരാം. എന്നെ കൊല്ലരുതേ. തന്നെയല്ല, ഞാനൊരു ചെറിയ ജീവിയാണ്, എന്നെ കൊന്നു നിന്നാൽ അങ്ങേക്ക് വയറ് നിറയുകയില്ല, അതുകൊണ്ട് എന്നെ കൊല്ലരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. പാമ്പിനത് കേട്ടപ്പോൾ കൗതുകം തോന്നി. ഇതെന്താ, തന്നെക്കാളും ഒരു ചെറിയൊരു ജീവി തന്നെ രക്ഷപ്പെടുത്താൻ പോകുന്നോ എന്ന് പാമ്പിനങ്ങ് അതിശയമായി. എന്നാൽ എങ്ങനെയാണെന്നറിയാൻ പാമ്പിനൊരു ഉത്സാഹം തോന്നി. അങ്ങനെ പാമ്പ് ചോദിച്ചു, അതെങ്ങനെ എന്നെക്കാളും ചെറിയ നിനക്ക് എന്നെ രക്ഷപ്പെടുത്താനാവും? അതെനിക്കൊന്ന് അറിയണമല്ലോ, അതെങ്ങനെയാണ്? എലി ധൈര്യം സംഭരിച്ച് പറഞ്ഞു, അതെനിക്കൊരു മന്ത്രം അറിയാം, അത് ഞാനൊരു സന്യാസി എടുത്തുനിന്ന് കൈക്കലാക്കിയതാണ്. ആ മന്ത്രം പറഞ്ഞാലേ എനിക്ക് അങ്ങേ രക്ഷപ്പെടുത്താനാവും. പക്ഷേ ഒരു കാര്യമുണ്ട്, അതൊരു സർപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാമ്പിൻ്റെ തലയിൽ കയറിയിരുന്ന് ഞാൻ ആ മന്ത്രം പറഞ്ഞാലേ അത് ഫലിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പാമ്പ് പറഞ്ഞു, അതിനെന്താ, ആയിക്കോട്ടെ, നമുക്കൊന്ന് ശ്രമിക്കാം എന്ന് പാമ്പ് പറഞ്ഞു. എലി പറഞ്ഞു, പിന്നൊരു കാര്യം, ഞാൻ തലയിൽ കയറി ഇരിക്കുമ്പോൾ അങ്ങ് അനങ്ങരുത്, കണ്ണ് തുറന്ന് നോക്കരുത്, കണ്ണടച്ച് അങ്ങും ഇങ്ങനെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് ഫലിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പാമ്പ് സമ്മതിച്ചു. അങ്ങനെ പാമ്പ് തല കാണിച്ചു കൊടുത്തു. തലയിൽ കയറുന്നതിന് മുമ്പ് എലി വീണ്ടും ഓർമ്മിപ്പിച്ചു, അങ്ങ് കണ്ണു തുറക്കരുത്, അനങ്ങരുത്. അതുപോലെ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങയുടെ തലയിലൊരു ഭാരം കുറഞ്ഞതായിട്ട് അങ്ങേക്ക് തോന്നുമ്പോൾ മാത്രമേ ഇത് കണ്ണു തുറക്കാവൂ എന്ന് പറഞ്ഞു. പാമ്പ് സമ്മതിച്ചു. അങ്ങനെ എലി പാമ്പിൻ്റെ തലയിൽ കയറിയെന്ന് മന്ത്രം പറയാൻ തുടങ്ങി. മന്ത്രം പറയുന്നതിനോടൊപ്പം മുകൾ ഭാഗത്ത് കടിച്ച് അവിടെ ഒക്കെ വലിയൊരു ദ്വാരം ഉണ്ടാക്കി വെച്ച് എലി എന്ത് ചെയ്തു, ഒരൊറ്റ ചാട്ടം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കുറേ നേരം കഴിഞ്ഞപ്പോൾ പാമ്പിന് മനസ്സിലായി തൻ്റെ തലയിലെ ഭാരം അങ്ങ് കുറഞ്ഞല്ലോ എന്ന് കരുതി പാമ്പ് പതുക്കെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നല്ല പ്രകാശം മുകളിൽ നിന്ന് വരുന്നു. അങ്ങനെ പാമ്പ് വേഗം മുകളിലോട്ട് നോക്കിയപ്പോൾ നല്ലൊരു ദ്വാരം. പാമ്പ് അതിൽ കൂടെ പുറത്തേക്ക് രക്ഷപ്പെട്ടിട്ട് 4 പാടും നോക്കി, എവിടെ ആ ചുണ്ടലി എന്ന് ഭക്ഷിക്കാനേ നോക്കി. പക്ഷെ ചുണ്ടലി അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. സാരമില്ല, എന്തായാലും തന്നെ ജീവൻ കിട്ടിയല്ലോ എന്ന് കരുതി പാമ്പ് അവിടെ നിന്ന് അങ്ങ് പോയി. വേറെ ഏരിയ അന്വേഷിച്ച് അങ്ങനെ അങ്ങ് പോയി. കുറേ നാളുകൾക്ക് ശേഷം പാമ്പ് ഇങ്ങനെ ഏരിയ അന്വേഷിച്ച് നടക്കുന്ന സമയത്തൊരു മാളം കണ്ടു. ഇത് കണ്ടതും പാമ്പ് പതുക്കെ തല അകത്തോട്ടിട്ട് നോക്കിയപ്പോൾ അതാ പണ്ട് തന്നെ രക്ഷിച്ച ആ ചങ്ങാതി അതിനകത്തിരിക്കുന്നു. പുറത്തിറങ്ങി നിന്നിട്ട് നമ്മുടെ പാമ്പ് വിളിച്ചു, ചങ്ങാതി പുറത്തേക്ക് വാ, നമ്മൾ വലിയ കൂട്ടുകാരല്ലേ, ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് വിളിച്ചു ചോദിച്ചു. എലിക്ക് കാര്യം മനസ്സിലായി. പിന്നെ എലി പതുക്കെ തല മാത്രം പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, അതിങ്ങനെ നമ്മൾ സുഹൃത്തുക്കളാവും, ജന്മജന്മാന്തരം നമ്മൾ ശത്രുക്കളാണല്ലോ, ഞങ്ങൾ നിങ്ങളുടെ ഇരയാണ്, അപ്പം ഞങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടുകാരാവാൻ പറ്റുക? ഒരിക്കലാവാൻ പറ്റില്ല. അപ്പം സമന്മാർ തമ്മിലേ കൂട്ടുകാരാവാൻ പറ്റുള്ളൂ. ഒരു ബന്ധുത്വം വേണം, അല്ലെങ്കിൽ ഒരു ശത്രുത വേണമെങ്കിൽ സമന്മാരുമായിട്ടേ പറ്റുള്ളൂ. അല്ലാതെ അങ്ങ് വലുതും ഞാൻ ചെറുതുമായതുകൊണ്ട് നമ്മൾ തമ്മിലുള്ളൊരു സുഹൃത്ത് ബന്ധം ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അങ്ങ് വേറെ എവിടെയെങ്കിലും പോയി നല്ല സുഹൃത്തിനെ കണ്ടുപിടിച്ചോളൂ, ഞാൻ ഒരിക്കലും അങ്ങേക്ക് നല്ല സുഹൃത്താവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എലി പാമ്പിനെ പറഞ്ഞയച്ചു.
പാമ്പിന് കാര്യം മനസ്സിലായി. 2 പ്രാവശ്യമായി എലി പാമ്പിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നു. നിസ്സാരണക്കാരനല്ല, നല്ല ബുദ്ധിമാനാണെന്ന് പാമ്പിന് മനസ്സിലായി. അങ്ങനെ പാമ്പ് അവിടെ നിന്ന് എഴിഞ്ഞു പോയി. നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? മനസ്സിലായോ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത്? അതെ, സമന്മാരുമായിട്ട് മാത്രമേ നമുക്ക് സുഹൃത്ത് ബന്ധമായാലും ശത്രുതയായാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഏത് ആപത്ഘട്ടത്തിലും നമ്മൾ ഭയന്ന് നിൽക്കരുത്. അത് നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ. നമുക്കത് എന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഒരു അതിജീവനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഭയന്നിരിക്കുകയല്ല, മറിച്ച് ധൈര്യത്തോടു കൂടി അത് നേരിടുകയാണ് വേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് വിജയം പറ്റുള്ളൂ. അങ്ങനെയല്ലേ 2 പ്രാവശ്യം എലി രക്ഷപ്പെട്ടത് അല്ലേ? അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ പ്രയോഗിക്കുമല്ലോ അല്ലേ? ശരി, നിങ്ങളുടേതാ കഥാസാഗരത്തിൽ എലിയുടെയും പാമ്പിൻ്റെയും 2 മുത്തുക്കൾ കൂടി ചേർത്തോളൂ. അടുത്തൊരു കഥയുമായി ടീച്ചർ വേഗം വരാം കേട്ടോ. അതുവരേക്കും ബൈ.